വിശദമായ വാർത്തകളിലേക്ക് കടന്നാൽ ഇലന്തൂർ നരബലി കേസിൽ കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നും തുടരും. ഇന്നലെ ആരംഭിച്ച പോസ്റ്റ്മോർട്ടം സൂക്ഷ്മപരിശോധന ആവശ്യമുള്ളതിനാലാണ് ഇന്നും തുടരുന്നത്. ജീർണാവസ്ഥയിലും വിവിധ കഷ്ണങ്ങളാക്കി മുറിച്ച രീതിയിലുമായിരുന്നു ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. DNA പരിശോധന അടക്കം നടത്തി മൃതദേഹം ആരുടേത് എന്ന് കണ്ടെത്താനുള്ള ശ്രമവും പോലീസ് നടത്തിവരുന്നുണ്ട്. ശരീരഭാഗങ്ങളിൽ കാര്യമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഡോക്ടർമാരുടെ പ്രധാന ശ്രമം. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുകയാണ്. നിരവധിയായ ശാസ്ത്രീയ തെളിവുകൾ തേടേണ്ടതുണ്ട്. മൃതദേഹങ്ങൾ ആരുടേതെന്ന് കൃത്യമായി മനസ്സിലാക്കണം. കോടതിയിൽ ഈ കേസ് നിൽക്കണമെങ്കിൽ, കൃത്യമായ ശിക്ഷ ലഭിക്കണമെങ്കിൽ പോലീസിന് പിടിപ്പത് പണിയുണ്ട്. എന്തൊക്കെയാണ് ഇനിയുള്ള നടപടികൾ? പോലീസിനും ഫോറൻസിക് സർജന്മാർക്കും വലിയ ജോലിയുണ്ട്. സാധാരണ നമ്മൾ സമീപകാലത്തൊന്നും കാണുന്നില്ല ഒരു പോസ്റ്റ്മോർട്ടം നടപടി ഒന്നിലധികം ദിവസങ്ങളിലേക്ക് നീണ്ടുപോകുന്നത്. ഒരുപക്ഷെ സമീപകാല ചരിത്രത്തിൽ ഇതാദ്യമായിരിക്കും ഒന്നിലധികം ദിവസം, രണ്ടാമതൊരു ദിവസം കൂടി പോസ്റ്റ്മോർട്ടം നീണ്ടുപോകുന്നത്. നമുക്കറിയാം, ഈ കേസിന്റെ ഒരു വലിയ പ്രാധാന്യം കൂടി കണക്കിലെടുത്ത് അത്രയും സൂക്ഷ്മമായുള്ള പരിശോധനയ്ക്കാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ലിസയുടെ നേതൃത്വത്തിലുള്ള സംഘം നിർവഹിച്ചു വരുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, രണ്ട് മൃതദേഹങ്ങളും ഒന്ന് ഏതാണ്ട് പൂർണ്ണമായും അസ്ഥികൂടം മാത്രമായി മാറിയ ശരീരത്തിന്റെ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ഏതാണ്ട് നന്നായി അഴുകിയ നിലയിലും ആണ് മൃതദേഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മൃതദേഹങ്ങളും വെവ്വേറെ എടുത്ത് ഇത് കൃത്യമായി വെച്ച ശേഷം ഇതിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് മനസ്സിലാക്കി അവിടെയുള്ള ശരീരഭാഗങ്ങളുടെ പരിക്കുകളുണ്ടോ, ഈ തലയോട്ടി പോലുള്ള ഭാഗങ്ങളിലൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടോ, ഏതെങ്കിലും ഭാഗത്ത് അത്തരം പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കത്തികുത്തി ഇറങ്ങിയ പല ഭാഗങ്ങളുമുണ്ട് ശരീരത്ത്. അങ്ങനെ ഉള്ള ഇതിൽ ഏതെങ്കിലും അസ്ഥി ഭാഗങ്ങൾക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ, ഇതെല്ലാം പരിശോധിക്കാനാണ്. അങ്ങനെ ഒരു കൊലപാതക കാരണം നിർണയിക്കാനുള്ള ശ്രമമാണ്. ഭയങ്കര വലിയ തീവ്രമായ ശ്രമം തന്നെയാണ് അതെന്ന് പറയേണ്ടി വരും, പ്രത്യേകിച്ച് കാലപ്പഴക്കം ഉള്ളതുകൊണ്ട് തന്നെ. എന്തായാലും ഈ മൃതദേഹങ്ങൾ ഇവർ മരിച്ചിട്ട് എത്ര കാലമായി എന്നത് കണക്കാക്കാൻ കഴിയും വളരെ എളുപ്പം. ഇവരുടെ പ്രായം കണക്കാക്കാൻ കഴിയും, സ്ത്രീയാണോ പുരുഷനാണോ കണക്കാക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. ഇത് ഒരു അസ്ഥിപഞ്ജരമായി മാറിയാൽ പോലും കണക്കാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ ഇവരെ അറുത്ത് കൊലപ്പെടുത്തിയതുപോലുള്ള അതിൻ്റെ ആ ഭാഗങ്ങൾ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ടോ, ഇതെല്ലാം പരിശോധിച്ചു വരികയാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ നീണ്ട് പോകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഇന്നും പരിശോധന തുടരുകയാണ്. ഇന്ന് അത് പൂർത്തിയാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഡോക്ടർമാർ പങ്കുവെക്കുന്നത്. എടുത്തു പറയാനുള്ളത്, ഈ ഒരു ഭാഗങ്ങൾ പൂർണ്ണമായും പരിശോധിച്ച് അതിൻ്റെ ഒരു റിപ്പോർട്ട് കൃത്യമായി തയ്യാറാക്കുന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പോലീസിനെ സംബന്ധിച്ച് ഇനി കാത്തിരിക്കുന്ന DNA പരിശോധന ഫലമാണ്. പ്രത്യേകിച്ച് പത്മത്തിൻ്റെയൊക്കെ DNA സാമ്പിൾ എടുത്തു എന്നുള്ളതാണ് ഇന്നലെ തന്നെ ലഭ്യമായ വിവരം. ഈ DNA പരിശോധന ഫലം ലാബിലാണ് നടക്കുന്നത്. അതിൻ്റെ ഫലം സാധാരണഗതിയിൽ വൈകാറുണ്ട്. പക്ഷേ പോലീസ് പ്രത്യേകം ആവശ്യപ്പെടുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ അല്പം കൂടി വേഗത്തിൽ അത് കിട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങൾ ഈ കേസിൽ രഞ്ജിത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ നിർണായകമാണ്. കാരണം ഇത്രയും നേരത്തെ നടന്നൊരു കൊലപാതകമാണ്. അതിൽ ഈ ശാസ്ത്രീയ തെളിവുകൾ അതുകൂടി ഇല്ല എന്നുണ്ടെങ്കിൽ, CCTV ദൃശ്യങ്ങളും അവിടെ എത്തിയ സംഭവങ്ങളും സാഹചര്യ തെളിവുകളും ഒക്കെ ഉണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ശാസ്ത്രീയ തെളിവുകൾ കൂടി കിട്ടിയാലാണ് അതൊരു പൂർണ്ണമായി വിജയത്തിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഒരു പരിശ്രമത്തിനാണ് ഇന്നലെ രാവിലെ മുതൽ കോട്ടയം മെഡിക്കൽ കോളേജ് സാക്ഷ്യം വഹിക്കുന്നത്. രഞ്ജിത്ത്, ശ്രീ തുടരുക. സുവി വിശ്വനാഥനുണ്ട്, ഒപ്പം ഡാൻ കുര്യൻ അവിടെ ഇലന്തൂരുമുണ്ട്. സുവി എറണാകുളത്താണുള്ളത്. അന്വേഷണം അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എറണാകുളവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം ഈ പ്രതിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം, ഇയാളുടെ വിഹാര രംഗം ഈ പറഞ്ഞതുപോലെ എറണാകുളമായിരുന്നു. അവിടെ നിരവധി സ്ത്രീകളെ ഇയാൾ ഇത്തരത്തിൽ പാട്ടിലാക്കാൻ ശ്രമിച്ചുവെന്നും ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുത്താൻ ശ്രമിച്ചുവെന്നുമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഓരോ ദിവസവും അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഒരു കൊടും ക്രിമിനലായിരുന്നു ഷാഫി എന്നുള്ളതാണ്. ഇയാളുടെ ചെയ്തികൾ, കഞ്ചാവ് ബിസിനസ് ഉണ്ടായിരുന്നു, സ്ത്രീകളുമായുള്ള ഇടപാടുണ്ടായിരുന്നു, അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. സുവി, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട്. കൂടുതൽ ആളുകളെ ഇയാൾ വലയിലാക്കാൻ ശ്രമിച്ചു എന്നും, ഒപ്പം ഈ ദമ്പതികളിൽ ഭർത്താവിനെ
കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും ഈ പറഞ്ഞതുപോലെ ഈ അന്ധവിശ്വാസം ഇവരിലേക്ക് കുത്തിവെക്കാൻ ശ്രമിച്ചു, നരഭോജനം, നരബലി, അങ്ങനെ നിരവധിയായ കാര്യങ്ങളാണ്. എന്താണ് ഏറ്റവും ലേറ്റസ്റ്റായി അന്വേഷണ സംഘം പങ്കുവെക്കുന്ന കാര്യങ്ങൾ? ഇനിയുള്ള അന്വേഷണ വഴികൾ ഏത് രീതിയിലായിരിക്കും? രഞ്ജിത്ത്, അന്വേഷണം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിനുവേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇതിൽ പറയുന്നത് ഇവർ, അതായത് ഈ ഷാഫി, നിലവിൽ ഇവർ കണ്ടെത്തിയിരിക്കുന്നത് റോസ്ലിന്റെയും പത്മയുടെയും കേസ് മാത്രമാണ്. ഒപ്പം തന്നെ പുത്തൻകുരിശിൽ ഒരു വൃദ്ധയെ, 75-കാരിയായ ഒരു വൃദ്ധയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു കേസും കൂടിയുണ്ട്. ഈ കേസുകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഷാഫിക്കെതിരെ പോലീസിന്റെ കൈവശമുള്ളത്. ഇത്തരത്തിൽ കൂടുതൽ പരാതികൾ, ഇതുവരെ നിലവിൽ കൂടുതൽ പരാതികൾ പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ പല സ്ത്രീകളും ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. തങ്ങളെയും വശീകരിക്കാൻ ഷാഫി ശ്രമം നടത്തിയിരുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ കൂടുതൽ കേസുകൾ ഉണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുകയാണ്. ഒപ്പം തന്നെ പോലീസ് പറയുന്നത് ഇയാൾ ഒരു കൊടും ക്രിമിനലാണ്. 16-17 വയസ്സുള്ളപ്പോൾ നാട് വിട്ടു. അന്ന് മുതലേ ഒരു കൊടും കുറ്റവാളിയാണ്. അങ്ങനെ ആ രീതിയിലാണ് ഇയാൾ തിരിച്ചു വരുന്നത്. ഭാര്യയെ മർദ്ദിക്കും, നന്നായി മദ്യപിക്കും, ലഹരി ഉപയോഗമുണ്ട്, ലൈംഗിക വൈകൃതമുണ്ട്. ആ രീതിയിൽ ഉള്ള എല്ലാ തരത്തിലുള്ള ഒരു ക്രിമിനലിന് എന്തെല്ലാം ഉണ്ടാകുമോ അതെല്ലാം ഇയാളിൽ ഒത്തുചേരുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും പോലീസ് ഈ കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. അതിനുവേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. 13 ദിവസത്തേക്ക് ഈ 3 പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനും വേണ്ടി കസ്റ്റഡിയിൽ ആവശ്യമുണ്ട് എന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ആ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. പ്രതികളെ ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു വരുമ്പോൾ ഈ 26-ാം തീയതി രാവിലെയാണ് പത്മയുമായി ഷാഫി സ്കോർപിയോ വാഹനത്തിൽ പോകുന്നത്. പക്ഷേ ഈ സ്കോർപിയോ വാഹനത്തിൽ പോയപ്പോൾ താൻ ഈ സ്കോർപിയോ ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നാണ് ഷാഫി ആദ്യഘട്ടങ്ങളിലെല്ലാം പോലീസിനോട് പറയുന്നത്. ഏതായാലും ഈ ഒരു നരബലിയുടെ ചുരുളഴിയാൻ 5 ദിവസത്തോളം ഷാഫിയെ പലതവണയായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടി വന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായത് ഈ ഷാഫി തിരുവല്ലയിലെ ഒരു സ്വകാര്യ തിരുമ്മൽ കേന്ദ്രത്തിൽ ഈ പത്മയെ എത്തിച്ചു. സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. സുവി അവിടെ തുടരുന്നുണ്ട്. നമുക്ക് സുവിയിലേക്ക് വരാം. ഡാനിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. കാരണം ഈ പ്രധാനപ്പെട്ട ഒരു വിവരമായി ഡാൻ ഈ പ്രഭാതത്തിൽ നൽകുന്നത് നരബലി കേസിലെ പ്രതി ലൈലയുടെ ആദ്യ ഭർത്താവിൻ്റെ മരണത്തിലും ദുരൂഹതയുണ്ട് എന്നുള്ളതാണ്. പത്തനംതിട്ട വലംചുഴി സ്വദേശി രാധാകൃഷ്ണൻ 27 വർഷം മുൻപ് മുങ്ങി മരിക്കുകയായിരുന്നു. ലൈലയെ വിവാഹം ചെയ്ത് 1.5 വർഷത്തിന് ശേഷമായിരുന്നു രാധാകൃഷ്ണന്റെ മരണം എന്നുള്ളതാണ്. ആദ്യ വിവാഹത്തിൽ കുട്ടികൾ ഇല്ലായിരുന്നു. സന്താനലബ്ധിക്ക് വേണ്ടി നടത്തിയ ആഭിചാരങ്ങളാണ് കടുത്ത അന്ധവിശ്വാസങ്ങളിലേക്ക് ലൈലയെ നയിച്ചത് എന്നും പോലീസ് പറയുന്നുണ്ട്. ഡാൻ കുര്യൻ വിശദാംശങ്ങൾ നൽകുന്നു. ഡാൻ, ഈ ലൈല ഒരു കടുത്ത അന്ധവിശ്വാസിയായിരുന്നു. ആഭിചാരക്രിയകളൊക്കെ ചെയ്ത് വന്നിരുന്ന ഒരാളായിരുന്നു. ഭർത്താവും ആ തരത്തിൽ ലൈലയെ പ്രേരിപ്പിച്ചിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ആദ്യ ഭർത്താവിൻ്റെ മരണം, 27 വർഷങ്ങൾക്ക് മുമ്പുള്ള മരണത്തിലെ ഒരു ദുരൂഹത പോലീസ് സംശയിക്കാൻ ഇടയായ സാഹചര്യം എന്താണ്? രഞ്ജിത്ത്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ കൊച്ചി സിറ്റി പോലീസിന്റെ അന്വേഷണവും നിരീക്ഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരികയായിരുന്നു. അതിനോടനുബന്ധിച്ച് ലൈലയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കിനിടയിലാണ് ഇവരുടെ കുടുംബാംഗങ്ങളെ വിശദമായി ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സാഹചര്യത്തിലാണ് ഈ 2ാം വിവാഹത്തിലേക്ക് ലൈലയെ നയിച്ച കാര്യങ്ങൾ അടക്കം പരിഗണനാ പട്ടികയിൽ, അന്വേഷണത്തിന്റെ പരിഗണനാ പട്ടികയിൽ വന്നത്. അത്തരത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിനിടെയാണ് ലൈലയുടെ ആദ്യ ഭർത്താവ് രാധാകൃഷ്ണൻ 27 വർഷം മുമ്പ് പത്തനംതിട്ട വലംചുഴിയിലെ അച്ചൻകോവിലാറ്റിൽ മുങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളിലേക്ക് അന്വേഷണ സംഘത്തെ നയിച്ചത്. അതേ തുടർന്ന് ലൈലയെ ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടയിൽ വ്യക്തമായ മറുപടി ലൈലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. തുടർന്ന് ലൈലയുടെ തന്നെ ബന്ധുക്കളെ, സഹോദരനെ അടക്കം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിനിടയിലാണ് 27 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ വിവാഹം കഴിച്ചു. 1.5 വർഷം മാത്രമായിരുന്നു ഇവരുടെ വിവാഹബന്ധം നീണ്ടത്. അതിനിടയിൽ ഇവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുകയില്ല എന്ന ഒരു വിശ്വാസം അത് ഈ ലൈലയ്ക്കുണ്ടായിരുന്നു. അതേ തുടർന്നാണ്, അവിടെ നിന്നായിരുന്നു തുടക്കം.
ഈ സന്താന ലബ്ധിക്ക് വേണ്ടി പൂജകൾ തുടങ്ങുന്ന ഒരു നടപടികളിലേക്ക് ലൈല കടക്കുന്നു. അത് കടുത്ത അന്ധവിശ്വാസത്തിലേക്ക് ലൈലയെ നയിക്കുകയായിരുന്നു. ആ അന്ധവിശ്വാസങ്ങളാണ് ഇപ്പോൾ കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിധത്തിൽ നരഭോജനത്തിലേക്കും നരബലിയിലേക്കും നയിച്ചത്. ഇതിന്റെയൊക്കെ തുടക്കം 27 വർഷങ്ങൾക്ക് മുമ്പ് ലൈലയുടെ ആദ്യ ഭർത്താവ് രാധാകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ കാരണങ്ങൾ തന്നെയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. രഞ്ജിത്ത്, തിരിച്ചു വരാം. MS അനീഷ് കുമാർ കൂടി അവിടെ കൊച്ചിയിലുണ്ട്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അനീഷ് നൽകാറുണ്ട്. സുവിയിലേക്ക് പോയിട്ട് അനീഷിലേക്ക് വരാം. സുവി, ഈ നമ്മൾ അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. അല്പം സാങ്കേതികമായ തകരാറ് വന്നുകൊണ്ടാണ് പെട്ടെന്ന് വൈകിയത്. എന്താണ് ഈ പോലീസിന്റെ ഇനിയുള്ള നീക്കം? കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ടല്ലോ. അതിലേക്കൊക്കെ കടക്കുകയും ഈ അന്വേഷണ സംഘം വിപുലീകരിക്കുന്നതിലൂടെ അത് അത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയുമാണോ പോലീസ്? തീർച്ചയായും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. ഈ തരത്തിൽ ഏതെങ്കിലും മറ്റ് കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? ഈ തരത്തിൽ ആരെയെങ്കിലും ഷാഫി ഇത്തരത്തിൽ വശീകരിച്ചു കൊണ്ടുപോയി കൊലപ്പെടുത്തിയിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന കാര്യമാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇലന്തൂരിലെ വീട്ടിൽ ഈ 3 പ്രതികളെയും എത്തിച്ച് തെളിവെടുക്കണം. ഒപ്പം തന്നെ ഈ ഇവിടെ എറണാകുളത്ത് വെച്ചാണ് സ്കോർപിയോ വാഹനത്തിൽ പത്മയെ കയറ്റിയത്. അവിടെയും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഏതായാലും പോലീസ് ആ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. ആ കസ്റ്റഡി ലഭിക്കും എന്നാണ് പോലീസിന്റെ ഒരു പ്രതീക്ഷ. സുവിവരങ്ങൾ പങ്കുവെക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ശ്രീജിത്ത്, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അത് പുരോഗമിക്കുന്നുണ്ട്. എത്ര ദിവസം അത് നീണ്ടു നിൽക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ശരീരാവശിഷ്ടങ്ങൾ ഇനിയും ഒരു പക്ഷേ കണ്ടെത്താനുണ്ടായിരിക്കും. പോലീസിന്റെ തിരച്ചിൽ ആ തരത്തിൽ ഇലന്തൂരിൽ തുടരുന്നുമുണ്ട്. അത് പോസ്റ്റ്മോർട്ടം നടപടികളെ കാര്യമായി തന്നെ വലിയ സജ്ജീകരണങ്ങളോടുകൂടിയുള്ള നമ്മുടെ കേരളത്തിലൊക്കെ ആദ്യമായാണല്ലോ ഇത്ര വലിയൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഫോറൻസിക്കും പോലീസും ഒക്കെ ആ ജാഗ്രതയോടുകൂടി തന്നെ നീങ്ങുകയാണെന്ന് കരുതാം, അല്ലേ? ആ ജാഗ്രതയുടെ ഭാഗമായിരിക്കാം രഞ്ജിത്ത്. ഒരുപക്ഷെ ഒന്നിലധികം 2ാം ദിവസത്തേക്ക് നീളുന്ന പോസ്റ്റ്മോർട്ടം. സാധാരണഗതിയിൽ ഒരു പോസ്റ്റ്മോർട്ടം പരിശോധന 3 മണിക്കൂറൊക്കെ പരമാവധി എടുത്ത് പൂർത്തിയാകുന്ന രീതിയാണ് ഉള്ളത്. പ്രത്യേകിച്ച് കസ്റ്റഡി മരണം പോലെ പ്രമാദമായ കേസുകളൊക്കെയാണ് വലിയ സൂക്ഷ്മതയോടുകൂടി അത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാറുള്ളത്. ഇത് ഇത്രയധികം പല കഷ്ണങ്ങളായി വന്നു എന്നുള്ളത് തന്നെ വലിയ പ്രശ്നമാണ്. എന്തായാലും പോലീസ് 2 മൃതദേഹങ്ങളായാണ് ഇത് നൽകിയിട്ടുള്ളത്. രണ്ടും ഒരേ മൃതദേഹത്തിന്റെ ഭാഗങ്ങളാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഫോറൻസിക് പരിശോധനയിൽ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഇനി ഇത് മൃതദേഹം മറവ് ചെയ്താൽ അടക്കം പിന്നീട് മറ്റൊരു സാധ്യതയില്ല. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ അത് വളരെ ഗൗരവത്തോടുകൂടി പരിശോധിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് ശരീരഭാഗങ്ങളൊക്കെ ഉണ്ട്. അതായത് പരമാവധി ഉള്ളതുകൊണ്ട് തന്നെയാണ് അതൊരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടന്നത്. ഇനിയുള്ള ഭാഗങ്ങൾ ഏതൊക്കെ കിട്ടാനുണ്ട് എന്നുള്ളത് നമുക്ക് ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ ഇത്തരം ലഭിച്ച ഭാഗങ്ങൾ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് യോഗ്യമാണ്. അതൊരു മരണകാരണം കണ്ടെത്താൻ യോഗ്യമാണ് എന്നൊക്കെയുള്ള കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് പോസ്റ്റ്മോർട്ടത്തിലേക്ക് തന്നെ കടന്നിട്ടുള്ളത്. എന്തായാലും ഇന്ന് പൂർത്തിയാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഡോക്ടർമാർ പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് തലയോട്ടി പോലുള്ള ഭാഗങ്ങൾ, അങ്ങനെ ശ്വാസകോശം, അങ്ങനെ പല ഭാഗങ്ങളുടെയും അസ്ഥിപഞ്ജരമായതുണ്ട്. റോസ്ലിന്റെ ശരീരം, ഈ പത്മയുടെ ശരീരം ജീർണിച്ച അവസ്ഥയിലായിരുന്നു നന്നായി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇത് രണ്ടും പരിശോധിച്ച ശേഷം അതിലൊരു ക്രൈം എങ്ങനെ നടന്നു എന്ന് കണ്ടെത്താനാകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടെ ഇതിലൊരു കൃത്യമായ വിവരം നൽകാൻ കഴിയുമെന്ന് കരുതുന്നു. രഞ്ജിത്ത്, അതാണ് വിവരം. ഈ അന്ധവിശ്വാസങ്ങളും ആഭിചാരങ്ങളും അത് വലിയ തോതിൽ നമ്മൾ കേരളം കഴിഞ്ഞ 3 ദിവസമായി ചർച്ച ചെയ്ത് വരികയാണ്. ഈ ശ്രീദേവിയുടെയും റഫീഖിൻ്റെയും ഒക്കെ ഇടപെടലുകൾ, ഈ ഷാഫിയുടെയും ഒക്കെ ഇടപെടലുകൾ ആ തരത്തിലായിരുന്നു. ഈ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം പുറത്തു വരുന്നത്, ശ്രീദേവിയും റഫീഖും ഷാഫിയാണെന്ന് പ്രതി ലൈല അറിഞ്ഞത് കസ്റ്റഡിയിലായ ശേഷം. ശ്രീദേവി എന്ന സ്ത്രീ ഉണ്ടെന്നാണ് ലൈല ഇപ്പോഴും വിശ്വസിക്കുന്നത്. ലൈല അന്വേഷണത്തോട് ഇപ്പോഴും സഹകരിക്കുന്നില്ല. അതേസമയം പത്മയെയും റോസ്ലിനെയും കൊന്ന ശേഷം മരണവെപ്രാളം 3 പേരും ആസ്വദിച്ചു
ഷാഫി ആനയെ കെണിവെച്ച് വീഴ്ത്തുന്ന ജോലി ചെയ്തിട്ടുണ്ട്. ഇത്തരം നിരവധിയായ കാര്യങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, കൗതുകകരമായ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. MS അനീഷ് കുമാർ എൻ്റെ വിശദാംശങ്ങൾ നൽകും. അനീഷ്, ഓരോ ദിവസവും ഓരോ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇവരുടെയൊക്കെ ഒരു ചെയ്തി, ഇവരുടെയൊക്കെ ഒരു മാനസിക വ്യാപാരം, ഇവരുടെ പ്രവർത്തികളൊക്കെ പലതരത്തിലാണ്. ഒരു കൊടും ക്രിമിനൽ, ഇത്തരത്തിൽ ഷാഫി എന്ന കൊടും ക്രിമിനൽ ഈ പ്രവർത്തികളെല്ലാം ചെയ്ത് സമൂഹത്തിൽ കുറച്ച് നാളെങ്കിലും അയാൾക്ക് വിലസാൻ സാധിച്ചു. പോലീസിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ വന്നത് വലിയ ആശ്വാസമാവുകയും ചെയ്തു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്? രഞ്ജിത്ത്, ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതും അങ്ങേയറ്റം കൗതുകരമായ വസ്തുതകൾ തന്നെയാണ് പുറത്തു വന്നിരുന്നത്. ശ്രീദേവി എന്ന പേരിലെ ഫേസ്ബുക്ക് വ്യാജ അക്കൗണ്ടിൽ നിന്നാണ് ഈ ഭഗവത് സിംഗും ഭാര്യയുമായി ആദ്യം ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ ഈ ഭഗവത് സിംഗുമായി വലിയ അടുപ്പം ആ ശ്രീദേവി എന്ന പേരിൽ തന്നെ ഇയാൾ ഷാഫി സ്ഥാപിക്കുകയും ചെയ്തു. ഈ ശ്രീദേവിയുടെ നിയന്ത്രണത്തിലാണ് പിന്നീട് സിദ്ധനെ അയക്കുകയും സിദ്ധൻ വഴിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് ഈ സിദ്ധൻ ഈ ഭഗവത് സിംഗിന്റെയും ലൈലയുടെയും വീട്ടിലെത്തുമ്പോൾ ആ വീട്ടിലെ ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തിയ ശേഷം പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്രീദേവിയുടെ ഫോണിൽ നിന്നും ശ്രീദേവിയുടെ മെസ്സഞ്ചറിൽ നിന്നും ചില കാര്യങ്ങൾ പറയും. നിങ്ങളിരിക്കുന്ന ഈ മുറിയുടെ വലത് മൂലയിൽ ഒരു സാധനം ഉണ്ടായിരുന്നില്ലേ, മുറ്റത്ത് ഇന്ന മരമില്ലേ എന്നൊക്കെ രീതിയിൽ ഈ ഭഗവത് സിംഗിനോട് സംസാരിക്കുമ്പോൾ ഭഗവത് സിംഗ് അക്ഷരാർത്ഥത്തിൽ അത്ഭുതപരതനായി മാറുന്ന ഒരു കാഴ്ച ആണ് ഇയാൾക്ക് ഷാഫിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. കാരണം വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഈ ദൂരെയുള്ള ആൾ ശ്രീദേവി കൃത്യമായി ആ കാര്യങ്ങൾ പ്രവചിക്കുന്നു. അങ്ങനെയാണ് ശ്രീദേവിക്ക് ഒരു വലിയ സ്വാധീനം, നിയന്ത്രണം ഈ കുടുംബത്തിന് മേൽ ആവുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു പ്രണയം പോലും ഈ ശ്രീദേവി എന്ന സ്ത്രീയോട് ഈ ഭഗവത് സിംഗിന് ഒരു ഘട്ടത്തിൽ തോന്നിയിരുന്നു. അത് രൂഢമൂലമായി മാറുകയും ചെയ്തു എന്ന് പോലീസ് പറയുന്നു. ഈ ആദ്യഘട്ടത്തിൽ ചാറ്റിംഗ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് കരുതുമ്പോഴും വളരെ അപൂർവം തവണ ഈ സ്ത്രീ ശബ്ദത്തിൽ ഈ ശ്രീദേവി ഈ ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്, മെസ്സഞ്ചറിൽ കോൾ വിളിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലാവുന്നത്. അത് ആരാണ് അത്തരത്തിൽ ഇടപെടൽ നടത്തിയത്? ഈ ഷാഫിയുടെ ഭാര്യയാണോ, അല്ലെങ്കിൽ ഈ കൊല്ലുന്നതിനായി എത്തിച്ച പത്മയോ റോസിലിയോ മറ്റോ ആരെങ്കിലുമാണോ, അതല്ലാതെ മറ്റു സ്ത്രീകളുടെ സഹായം ഇതിന് കിട്ടിയിട്ടുണ്ടോ എന്ന രീതിയിലൊക്കെ സംശയങ്ങളുണ്ട്. അക്കാര്യങ്ങൾ ഇപ്പോഴും അന്വേഷണ സംഘം തെരഞ്ഞു വരുന്നു. ഇത്തരം കാര്യങ്ങളോട് പൂർണ്ണമായും അന്വേഷണ സംഘം സഹകരിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ ഷാഫിയും സിദ്ധനും ശ്രീദേവിയും എല്ലാം ഒരാളാണെന്ന് ഈ കുടുംബം അറിയുന്നത് ഈ ഷാഫിയെ കസ്റ്റഡിയിലെത്തിയ ശേഷം ഈ കുടുംബത്തിന്റെ വീട്ടിലെത്തി മറ്റ് അന്വേഷണ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അവരോട് പറയുമ്പോൾ മാത്രമാണ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും ലൈലയേക്കാൾ വലിയ അന്ധവിശ്വാസി ഇക്കാര്യത്തിൽ ഭഗവത് സിംഗ് ആണെന്ന് പോലീസ് പറയുന്നു. കാരണം വിവാഹശേഷം ഭഗവത് സിംഗിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ചാണ്, അയാൾ നിർദ്ദേശിക്കുന്ന പൂജകളും അയാളുടെ വിശ്വാസവും അനുസരിച്ച് ഭാര്യ നീങ്ങുന്നു. നേരത്തെ തന്നെ ഭാര്യയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നു ലൈലയ്ക്ക്. പക്ഷേ ഈ ഭഗവത് സിംഗിന്റെ അടുത്തെത്തിയോടുകൂടി ഈ വിശ്വാസം ഇരട്ടിയായി മാറി. പിന്നീട് മുഹമ്മദ് ഷാഫിയുടെ സമ്പർക്കം ഈ ലൈലയെ ഒരു സൈക്കോ ആക്കി മാറ്റി. മറ്റുള്ളവരുടെ വേദനകൾ കണ്ടാൽ, ഈ പ്രാകൃതമായ രീതിയിലുള്ള പീഡനങ്ങൾ കണ്ടാൽ അത് ആസ്വദിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് ഇവർ മാറിയെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം ഇപ്പോഴും മൊഴിയെടുക്കുമ്പോഴൊക്കെ ഈ തികഞ്ഞ ലാഘവത്തോടു കൂടിയാണ് ഈ മൂന്ന് പേരും മൊഴി നൽകുന്നത്. പ്രത്യേകിച്ചും ഈ ലൈലയോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ രക്തം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവർ വളരെ അനായാസമായി രക്തം വെള്ളത്തിൽ ഡൈലൂട്ട് ആക്കി ഞങ്ങൾ പുറത്തൊഴിച്ചു എന്ന രീതിയിൽ ഡൈലൂട്ട് ആക്കി ഒഴിച്ചു അല്ലെങ്കിൽ ഡിസോൾവ് ആക്കി ഒഴിച്ചു എന്നൊക്കെ അവർ തികഞ്ഞ ലാഘവത്തോടു കൂടിയാണ് പറയുന്നത്. ഒരു കൊടും കൃത്യം ചെയ്ത ശേഷം നടത്തിയ പ്രവൃത്തി എന്ന രീതിയിലുള്ള ഒരു കൂസൽ ഇപ്പോഴും ഇല്ല. ഒപ്പം ഈ ഷാഫിയുടെ കൃത്യമായ ഒരു ആസൂത്രണത്തിലേക്ക് ഈ ദമ്പതികൾ വീഴുകയാണ് ചെയ്തതെന്നും പറയുന്നു. ഈ കൊന്ന ശേഷം ഈ മരണവപ്രാളം മൂന്നുപേരും ഒരുപോലെ ആസ്വദിച്ചു. കാരണം ഈ ആളുകളെ ശരീരഭാഗങ്ങൾ കുത്തി നോവിക്കുകയും അവിടെ ചോര ഇനിഞ്ഞ് വീഴുകയും ഒക്കെ ചെയ്യുന്നത് ഇവർ മൂന്നുപേരും ആസ്വദിച്ചു. അങ്ങനെ തന്നെയാണ് ഈ മൃതശരീരങ്ങൾ കഷ്ണങ്ങളാക്കി മാറ്റിയത് എന്നും പറയുന്നു. എന്തായാലും 16ാമത്തെ വയസ്സിൽ നാട് വിട്ടയാളാണ്. കേവലം 6ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ആളാണ്. അതിനുശേഷം കടുത്ത ബുദ്ധിമുട്ടുള്ള ജോലികളാണ് ഈ ഷാഫി ചെയ്തിരുന്നത്. പ്രത്യേകിച്ചും ആനയെ കെണിയിൽ വീഴ്ത്തി ഈ ചെറിയ ആനകളെ പിടിക്കുന്ന ജോലികൾ, ഈ ലോറി വണ്ടി, തടി ലോറി ഓടിക്കുന്ന ലോറി, അങ്ങനെ അങ്ങേയറ്റം പ്രതികൂലമായ ജീവ സാഹചര്യങ്ങളിൽ കടന്നു പോകേണ്ട തരത്തിലുള്ള ജോലികൾ ചെയ്തു. അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഇയാൾക്കുണ്ട് എന്നും പറയുന്നു. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ആദ്യ സ്കോർപിയോ വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങൾ കിട്ടിയ ശേഷം അതുമായി ബന്ധപ്പെട്ട ആദ്യ ചോദ്യം ചെയ്യലിൽ ഇയാൾ പറഞ്ഞത് ബിലാൽ, ഇയാളുടെ സുഹൃത്തായ ബിലാലിന് ആ വാഹനം വാടകയ്ക്ക് നൽകിയിരിക്കുകയായിരുന്നു എന്നാണ്. അങ്ങനെ ബിലാലിനെ പ്രതിയാക്കി
പ്രതിയാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ബിലാലുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ അന്ന് ബിലാൽ ആ വാഹനം എടുത്തിട്ടില്ല എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഒപ്പം ഈ ആദ്യ 2 വട്ട ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ശേഷം ഇയാൾ മുങ്ങാൻ ചില ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ പോലീസിന്റെ കൃത്യമായ നിരീക്ഷണ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ചെയ്യുന്ന ദിവസം ഇയാൾ പതിവായി മദ്യപിക്കുന്ന KSRTC ജംഗ്ഷന് സമീപമുള്ള ഒരു ബാറിൽ നിന്നും മാറി ഒരു കള്ള് ഷാപ്പിൽ മദ്യപിക്കാൻ പോയതും വലിയ നിർണായകമായി. കാരണം ഈ പോലീസ് തന്റെ പുറകെ ഉണ്ട് എന്നൊരു ധാരണ ഇയാൾക്ക് വരികയും അന്ന് ഇയാൾ ആ ബാറിൽ മദ്യപിക്കാൻ പോയില്ല, അന്ന് സമീപത്തുള്ള കള്ള് ഷാപ്പിലാണ് മദ്യപിക്കാൻ പോയത്. എന്തായാലും ഇത്തരം അടക്കമുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ട പോലീസിന്റെ ആളുകളും കള്ള് ഷാപ്പിൽ ഉണ്ടായിരുന്നു. കള്ള് ഷാപ്പിൽ മദ്യപിച്ച ശേഷം നേരെ ഷേണൈസിന് സമീപമുള്ള ഹോട്ടലിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ആണ് ഉണ്ടായത്. എന്തായാലും ചോദ്യങ്ങളോട് ഇപ്പോഴും നിഷേധാത്മകമായാണ് പ്രതികരിക്കുന്നത്. അന്ന് മദ്യപിച്ച് രാവിലെ തന്നെ മദ്യപിച്ച് ഏതാണ്ട് പാതിബോധത്തിലായ അവസ്ഥയിലായിട്ട് പോലും പോലീസിന്റെ ചോദ്യങ്ങളോട് കൃത്യമായി ഇയാൾ പ്രതികരിച്ചിരുന്നില്ല. എന്തായാലും ഇയാളുടെ ഭാര്യ നബീസയുടെ പങ്കടക്കം ഈ കൃത്യത്തിൽ പോലീസ് അന്വേഷിക്കുന്നു. നബീസയുടെ ഫോൺ ഇതിനകം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ ഫോൺ വളരെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. ഇത്തരത്തിലാണ് ഈ ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ. ശരി, MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകി. സുവി വിശ്വനാഥൻ ഉണ്ടായിരുന്നു, ഡാൻ കുര്യൻ ഒപ്പം ശ്രീജിത്ത് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചു. കൊലപ്പെടുത്തുന്നതിന് മുൻപ് മുഹമ്മദ് ഷാഫി പത്മയെ തിരുവല്ലയിലെ സ്വകാര്യ തിരുമൽ കേന്ദ്രത്തിലെത്തിച്ചിരുന്നു. തിരുമൽ കേന്ദ്രത്തിലെ ജീവനക്കാർ ഇരുവരെയും തിരിച്ചറിഞ്ഞതോടെ ആണ് ഷാഫി തന്നെയാണ് പത്മയുടെ തിരോധാനത്തിനും കൊലപാതകത്തിനും പിന്നിലെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചത്. കൃത്യം നിർവഹിച്ച് സെപ്റ്റംബർ 27-ന് സ്കോർപിയോയിൽ മടങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങളും കേസിൽ നിർണായകമായി. ഇലന്തൂരിലെ നരബലിയിൽ കൊല്ലപ്പെട്ട പത്മ സെപ്റ്റംബർ 26-ന് സ്കോർപിയോയിൽ കയറുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചുവെങ്കിലും മുഹമ്മദ് ഷാഫിയാണ് പിന്നിലെന്ന് ഉറപ്പിക്കാൻ പോലീസിന് വീണ്ടും 5 ദിവസങ്ങൾ വേണ്ടിവന്നു. ഷാഫിയുടെ മകളുടെ ഭർത്താവിന്റെ ഉടമസ്ഥതയിലായിരുന്നു വാഹനമെങ്കിലും ഉപയോഗിച്ചിരുന്നത് ഷാഫിയാണ്. എന്നാൽ ഇക്കാര്യം ആദ്യഘട്ടത്തിൽ പോലീസിനോട് ഷാഫി സമ്മതിച്ചിരുന്നില്ല. സ്കോർപിയോ വാടകയ്ക്ക് നൽകിയിരുന്നു എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. പിന്നീട് വാടകയ്ക്ക് നൽകിയവർ എന്ന് ഷാഫി പറഞ്ഞവരെ വിശദമായി ചോദ്യം ചെയ്തു. അവർ അക്കാര്യം നിരസിച്ചു. അതിനിടയിലാണ് വഴിത്തിരിവായി തിരുവല്ലയിൽ നിന്ന് പത്മയുടെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ ലഭിക്കുന്നത്. തുടർന്ന് സ്കോർപിയോ തിരുവല്ലയിൽ എത്തിയിട്ടുണ്ടോ എന്ന് CCTV ദൃശ്യങ്ങളിൽ പരിശോധിച്ചു. ഇതിനിടയിൽ ആലപ്പുഴ സൈബർ ഡോമിൽ നിന്ന് സെപ്റ്റംബർ 27-ന് രാവിലെ സ്കോർപിയോ അരൂർ പാലം കടന്ന് കൊച്ചിയിലേക്ക് വരുന്ന CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇക്കാര്യം ഷാഫിയോട് ചോദിച്ചപ്പോൾ തിരുവല്ലയിലെ സ്വകാര്യ തിരുമ്മൽ കേന്ദ്രത്തിൽ പതിവായി പോകാറുണ്ടെന്നും അവിടെ പോയി മടങ്ങുകയായിരുന്നു എന്നുമാണ് ഷാഫി മറുപടി നൽകിയത്. പിന്നീട് തിരുവല്ലയിലെ സ്വകാര്യ തിരുമ്മൽ കേന്ദ്രം ലക്ഷ്യമിട്ടായി അന്വേഷണ സംഘത്തിന്റെ നീക്കം. തിരുവല്ലയിലെ സ്വകാര്യ തിരുമ്മൽ കേന്ദ്രത്തിൽ സെപ്റ്റംബർ 26-ന് ഷാഫിയും പത്മയും ചെന്നിരുന്നതായി ജീവനക്കാർ മൊഴി നൽകി. തുടർന്ന് ഗത്യന്തരമില്ലാതെ ഷാഫി എല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെയാണ് ഇലന്തൂരിലെ ഞെട്ടിക്കുന്ന നരബലിയുടെ ചുരുളഴിഞ്ഞത്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. ഇരട്ട നരബലി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവന്ന പോലീസ് സേനാംഗങ്ങൾക്ക് അഭിനന്ദനം അറിയിച്ച് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. കൊച്ചി സിറ്റി കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ സംഘാംഗങ്ങൾക്കാണ് അഭിനന്ദനം. ഭഗവത് സിംഗ് പാർട്ടി അനുഭാവിയായിരുന്നുവെന്ന് CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി. പാർട്ടി അംഗമല്ലാത്തതിനാൽ നടപടിയെടുക്കാനാവില്ല. പക്ഷേ അനുഭാവികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ജാഗ്രത പുലർത്തേണ്ടതിന്റെ അനിവാര്യതയിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നതെന്നും PR പ്രദീപ് ന്യൂസ് 18നോട് പറഞ്ഞു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഇലന്തൂരിലെ നരബലിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചൂടുപിടിക്കുന്നതിന് ഒപ്പം ഈ ഭഗത് സിംഗ് എന്ന കേസിലെ മുഖ്യപ്രതിയുടെ രാഷ്ട്രീയ പശ്ചാത്തലവും ഏറെ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പത്തനംതിട്ടയിലെ CPMന്റെ ഏരിയ സെക്രട്ടറിയായ ശ്രീ CR പ്രദീപ് ഇപ്പോൾ ന്യൂസ് 18നോട് ഒപ്പം ചേരുന്നത്. ശ്രീ CR പ്രദീപ്, എൻ്റെ കൈവശം ഇരിക്കുന്നത് CPIM എലന്തൂർ ടൗൺ ബ്രാഞ്ച് 2015 ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ നടത്തിയൊരു മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റാണ്. ഇതിൽ ഇദ്ദേഹം ഈ കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള ഭഗത് സിംഗ് പങ്കെടുത്തതിൻ്റെ ദൃശ്യങ്ങളാണിത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്? ഇദ്ദേഹം ഒരു CPMന്റെ അനുഭാവിയാണ്. 2015 ഈ ചിത്രം കാണുന്നത് മഴക്കാലപൂർവ്വ രോഗങ്ങളിൽ എലന്തൂർ മാർക്കറ്റ് ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇദ്ദേഹം CPMന്റെ അനുഭാവിയാണ്. അല്ല, ഈ പോളിറ്റ് ബ്യൂറോ അംഗം MAB ബേബി അടക്കമുള്ളവർ അദ്ദേഹത്തിന് CPM ബന്ധമില്ല എന്ന തരത്തിലുള്ള CPMന്റെ ഒരു അനുഭാവിയാണ്. CPMന്റെ പാർട്ടി അംഗത്വമോ ചുമതലപ്പെട്ട സ്ഥാനങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ.
അദ്ദേഹം എലന്തൂരിലെ ഒരു CPM-ന്റെ ഇടതുപക്ഷ സഹയാത്രികനായിട്ട് സുദീർഘമായ കാലഘട്ടത്തിൽ അത്യാവശ്യം പരിപാടികളിൽ പൊതുപരിപാടികൾക്ക് വരാറുള്ള ആളാണ്. അദ്ദേഹം ഒരു അറിയപ്പെടുന്നൊരു പുള്ളി പാർട്ടി പ്രവർത്തകൻ നിലയിലല്ല അറിയപ്പെടുന്നത്, എലന്തൂരൊരു പ്രധാനപ്പെട്ട വൈദ്യൻ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. അല്ല, എൻ്റെ ഒരു സംശയം, ഈ നിങ്ങളുടെ പാർട്ടിയുടെ ഒരു രീതികളുമൊക്കെ ബന്ധപ്പെട്ട് ഈ പാർട്ടി അനുഭാവികളുടെ അടക്കം, പ്രത്യേകിച്ച് അംഗങ്ങളുടെ അടക്കം ദൈനംദിന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഈ വിലയിരുത്തലുകൾക്ക് വിധേയമാകുന്നതല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ശൈലിയിൽ അല്ലെങ്കിൽ ഇവിടെ ഇത്തരത്തിൽ സംശയാസ്പദമായ രീതിയിൽ ആളുകൾ വന്നു ഈ കാര്യങ്ങളൊന്നും നേരത്തെ ഒരു കാരണവശാലും ഇല്ല. കാരണം ഇന്നലെ ഈ ഉച്ചയ്ക്ക് ഈ സംഭവം വെളിവാകുന്നവരെ ഭഗത് സിംഗ് എന്ന് പറയുന്ന ആളുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ചുള്ള ഒരു സംശയവും ഇന്നവരെ ഉണ്ടായിട്ടില്ല. കാരണം അദ്ദേഹം ഒരു തികഞ്ഞ ഒരു പുരോഗമന ആശയം പേറിക്കൊണ്ട് നടന്ന ഒരാളാണ്. സത്യത്തിൽ ഇപ്പം എന്താ സംഭവിച്ചെന്ന് അറിയുന്നില്ല. അക്കാലത്തൊക്കെ നല്ല വായന, പുസ്തക വായന, ഗ്രന്ഥശാല പ്രസംഗങ്ങൾ, സഹകരണങ്ങൾ, അതുപോലെ ഇതൊക്കെ സാഹിത്യം രംഗത്ത് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അറിയാം. പ്രധാനമായിട്ട് വൈദ്യത്തിൻ്റെ ഭാഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത്, ജനകീയാസൂത്രണ കാലഘട്ടത്തിലൊക്കെ ഈ പഞ്ചായത്തിൻ്റെ ജനകീയാസൂത്രണ പ്രവർത്തനങ്ങളുടെ ഒരു സഹകരണം ഒക്കെ ചെയ്ത്. അപ്പോൾ അങ്ങനെ ബഹുമുഖങ്ങളായ മേഖലയിലൊക്കെ വളരെ സൗമ്യമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഈ ഭഗത് സിംഗ്. ഈ പാർട്ടിക്ക് അപ്പുറത്തേക്ക് താങ്കൾക്ക് വ്യക്തിപരമായി നോക്കിയാൽ എത്ര വർഷമായിട്ട് ഇദ്ദേഹത്തെ അറിയാം? എനിക്ക് ഇദ്ദേഹത്തെ ഒരു 15 വർഷത്തിന് മേലെ അറിയാം. അപ്പൊ ഈ 15 വർഷത്തെ ഇടപെടൽ എങ്ങനെയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ? അദ്ദേഹമായിട്ട് ഇടപെടുന്ന ഒരാൾക്ക് വളരെ ഹൃദ്യമായ അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ലൈലയുമായിട്ട് അത്ര അങ്ങനെ വരും. അദ്ദേഹത്തിന്റെ ഭാര്യ എന്നുള്ളത് ലൈലയുമായിട്ട് അങ്ങനെ വ്യക്തിപരമായ അടുപ്പമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന നിലയിൽ ചിലപ്പം വീടുകളിലൊക്കെ ചെല്ലുന്നുണ്ടെ ഉള്ള പരിചയം എന്നുള്ളതല്ല, അപ്പുറത്തെ ഒരു വ്യക്തിപരമായ സൗഹൃദമില്ല. അതാണ് കാര്യം. ഈ ഭഗത് സിംഗ് എന്ന് പറയുന്ന ആള് ഈ രംഗത്ത് ഇപ്പം നാട്ടിലെ എല്ലാ രാഷ്ട്രീയക്കാരായിട്ടും മറ്റ് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ആയിട്ടുള്ള ബന്ധം നമുക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളെല്ലാവർക്കും ബോധ്യപ്പെട്ടുള്ളതാണല്ലോ. യഥാർത്ഥത്തിൽ ഇന്നലെ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഇങ്ങനെ ഒരു സവിശേഷമായൊരു മുഖം, ഒരു കുറ്റവാളി എന്നൊരു മുഖം എന്ന് സത്യത്തിൽ ഞെട്ടിപ്പിക്കുകയാണ്. എലന്തൂരിലെ അദ്ദേഹവുമായിട്ട് സഹകരിച്ചിട്ടുള്ള ആളുകളെ ഞെട്ടിപ്പിക്കുകയാണ്. അല്ലെ, ഞാൻ ഒറ്റ കാര്യം കൂടെ ഈ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. താങ്കൾ തന്നെ പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരു പാർട്ടി ബന്ധമുണ്ട്, അത് വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പാർട്ടിയുടെ ഒരു അച്ചടക്ക സമിതി അല്ലെങ്കിൽ അച്ചടക്ക നിലപാട് എന്ന രീതിയിൽ ഇദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും നടപടിക്ക് ശുപാർശ ചെയ്യുമോ? അല്ല, ഇദ്ദേഹത്തെ കേവലം പാർട്ടി അച്ചടക്കമല്ല, പാർട്ടിയുടെ അനുഭാവിക്കുന്ന അച്ചടക്കം. പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ, പൊതുയോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാള്, പാർട്ടിയുടെ ഒരു സഹയാത്രി എന്നുള്ളതിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക അച്ചടക്കമില്ല. യഥാർത്ഥത്തിൽ അച്ചടക്കം ഉണ്ടാകേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ അച്ചടക്ക രാഹിത്യമാണ്. പുതിയ കാലഘട്ടത്തിലെ ഇത്തരം കേരളം പോലുള്ള പുരോഗതി കൈവരിച്ച, നവോത്ഥാന മൂല്യങ്ങൾ കൈവരിച്ചിരിക്കുന്ന സമൂഹത്തിനകത്ത് ഇന്നും ഇത്തരം അനാചാരങ്ങൾ ഒരുപക്ഷെ ഒരു എഡ്യൂക്കേറ്റഡ് സൊസൈറ്റിയിൽ എഡ്യൂക്കേറ്റഡ് വ്യക്തികളാണ് നമ്മൾ നോക്കുന്നത്. ഈ ഇദ്ദേഹം അങ്ങനെ ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. ഒരു എല്ലാ കാര്യങ്ങൾക്കും അറിയാവുന്ന ഒരു വിദ്യാസമ്പന്നനായിട്ടുള്ള ആളുകൾക്കൊക്കെ വലിയ സുപരിചിതനായിട്ടുള്ള ഒരു ആളെന്ന നിലയിൽ നമ്മൾ കാണുന്നതല്ല സമൂഹം എന്ന് വളരെ വ്യക്തമായിരിക്കും. അല്ല, എനിക്ക് ഒരു സംശയം. ഈ താങ്കൾ തന്നെ പറയുന്നു അത്തരത്തിലൊരു അനുഭാവി മാത്രമാണെന്ന്. അപ്പോൾ അനുഭാവി ആയതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം, അങ്ങനെ അനുഭാവികൾ എന്ത് ചെയ്താലും നടപടി അങ്ങനെയല്ലല്ലോ, ഒരു താക്കീതെങ്കിലും കൊടുക്കത്തില്ല. അല്ല, അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഇതേ ഒരു ഭാഗത്തൊരു കുറ്റവാളിയാണ്. ആ കുറ്റവാളി എന്ന നിലയിലുള്ള ശിക്ഷ, ഇന്ത്യയിലെ പരമാവധി ശിക്ഷ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി പോലീസിന്റെ ഭാഗത്തുള്ള അന്വേഷണം, പഴുതടച്ച അന്വേഷണം ഉണ്ടാകണം. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള കുറ്റം കൊടുക്കണം. യഥാർത്ഥത്തിൽ ഒരു കുറ്റകൃത്യം മാത്രമാണ് ഇത്. കേവലമായി കുറ്റകൃത്യമായിട്ട് മാത്രം കണ്ടാകത്തില്ല. ഇപ്പം നമ്മൾ നാട്ടിൽ നടക്കുന്ന പല കുറ്റകൃത്യം മാത്രമല്ല, ഇത് സമൂഹത്തിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്ന വളരെ അപകടകരമായ ഒരു സാമൂഹ്യമായ ഒരു തിന്മയാണ്. ഇതിന് വലിയ സാമൂഹ്യമായ ഇടപെടലുണ്ടായാൽ പറ്റും. CPM-ന്റെ എലന്തൂർ ഏരിയ സെക്രട്ടറിയാണ് ഡാനിനോട് സംസാരിച്ചത്. പത്തനംതിട്ടയിലെ ഇരട്ട നരബലി നാടിനെ നടുക്കുമ്പോൾ 1 വർഷം മുൻപ് സംസ്ഥാനത്ത് ഞെട്ടിപ്പിച്ച മറ്റൊരു സംഭവമാണ് പാലക്കാട് 6 വയസ്സുകാരനെ അമ്മ കഴുത്തറത്ത് കൊന്നത്. ദൈവത്തിനു വേണ്ടി മകനെ ബലി നൽകിയെന്നായിരുന്നു അമ്മ ഷാഹിദ പോലീസിന് നൽകിയ മൊഴി. ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുന്ന ഷാഹിദ മാനസിക രോഗത്തിന് ചികിത്സയിലുമാണ്. 2021 ഫെബ്രുവരി 7-നാണ് പാലക്കാട് പുതുപ്പള്ളിത്തെരുവിൽ നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. 6 വയസ്സുകാരനായ മകൻ ആമിലിനെ കുളിമുറിയിൽ വെച്ച് അമ്മ ഷാഹിദ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഷാഹിദ തന്നെ പോലീസിൽ കൊലപാതക വിവരം വിളിച്ചു പറഞ്ഞു. പോലീസ് എത്തിയപ്പോഴാണ് വീട്ടുകാർ സംഭവം അറിയുന്നത്. ദൈവത്തിന് വേണ്ടി മകനെ ബലി കൊടുത്തു എന്നാണ് ഷാഹിദ പോലീസിന് നൽകിയ മൊഴി. 3 മക്കളിൽ ഇളയവനായിരുന്നു ഷാഹിദ്. അന്ന് 3 മാസം ഗർഭിണിയായിരുന്ന ഷാഹിദ ഒരു കുഞ്ഞിന് ജന്മം നൽകി.
ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുന്ന ഷാഹിദ ചികിത്സയിലാണ്. അന്ന് ഈ സംഗതി ആ കുട്ടി പുറത്തു പറഞ്ഞത് പ്രകാരം അവൾ ചെയ്തു, ബോധപൂർവ്വം ചെയ്തു എന്നൊക്കെ കുട്ടി പറഞ്ഞെങ്കിൽ പോലും ഇത് അവളെ ചികിത്സിച്ച ഡോക്ടർമാർ കൊടുത്ത റിപ്പോർട്ടിന് പ്രകാരം ആ കുട്ടിക്ക് ഉറക്കമില്ലായ്മ, ടെൻഷൻ, അമിതമായ ഉത്കണ്ഠ, ആശങ്ക ഉള്ള ഒരു കുട്ടിയാണ് എന്ന് ഡോക്ടർമാർ ഇതിനെ സർട്ടിഫൈ ചെയ്തതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തികച്ചും പരിസരവാസികളും പ്രദേശത്തുള്ളവരും അയൽവാസികളും ഒക്കെ പറഞ്ഞത് അവൾ മാനസിക പ്രശ്നം കൊണ്ട് തന്നെയാണ് അത് ചെയ്തു എന്നുള്ളതാണ്. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും വിചാരണ നടപടികൾ ആരംഭിച്ചിട്ടില്ല. മദ്രസ അധ്യാപികയായിരുന്ന ഷാഹിദ ഇത്തരമൊരു കൊലപാതകം നടത്തുമെന്ന് ആരും കരുതിയതല്ല. അതുകൊണ്ട് തന്നെ കൊലപാതകത്തിൻ്റെ ഞെട്ടലിൽ നിന്നും ഇപ്പോഴും ഈ കുടുംബം മോചിതരായിട്ടില്ല. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ നരബലികളിൽ ഒന്നാണ് ഇടുക്കി രാമക്കൽമേട് സ്വദേശിയായ റഹമത്ത് കുട്ടിയുടെ മരണം. അന്ന് ആഭിചാര ക്രിയകൾക്ക് പോലീസ് മുൻപിൽ പൊലിഞ്ഞത് ഒരു ബാലന്റെ ജീവനാണ്. പതിറ്റാണ്ടുകൾ പിന്നിട്ടും രാമക്കൽമേട് നിവാസികൾക്ക് നടുക്കുന്ന ഓർമ്മയാണ്. എത്ര ക്രൂരമായാണ് അച്ഛനും കൂട്ടാളികളും ചേർന്ന് 8ാം ക്ലാസ്സുകാരനെ കൊലപ്പെടുത്തിയത്. ഇരു കണ്ണുകളും ചുഴുന്നെടുത്ത് മൂക്ക് മുറിച്ചു മാറ്റി പുക്കിളിന് ചുറ്റിലും സ്വകാര്യ ഭാഗങ്ങളിലും ഇരുമ്പുകമ്പികൾ കുത്തിയിറക്കിയാണ് റഹമത്ത് കുട്ടിയെ കൊലപ്പെടുത്തിയത്. നിധികുംഭം ലഭിക്കുന്നതിന് വേണ്ടി അച്ഛനും രണ്ടാനമ്മയും സഹോദരിയും അയൽവാസിയും ചേർന്ന് ബാലനെ ബലി നൽകുകയായിരുന്നു. 1983 ജൂൺ 29-നാണ് രാമക്കൽമേട്ടിലെ തോവള്ളാപ്പടി എന്ന കൊച്ചുഗ്രാമം നരബലിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. വീട്ടിലെ ചില പൂജകൾ നടക്കുന്നെന്നും തന്റെ രക്തം പൂജയ്ക്കായി ശേഖരിച്ചെന്നും സുഹൃത്തുക്കളോട് റഹമത്ത് കുട്ടി പറഞ്ഞിരുന്നു. തനിക്ക് അപകടം സംഭവിക്കുമോ എന്ന ആശങ്കയും സുഹൃത്തുക്കളോട് പങ്കുവച്ചു. 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വീട്ടിൽ ഭയങ്കര പൂജയും കാര്യങ്ങളോ കർമ്മം നടക്കുന്നുണ്ട്, അത് നടക്കുന്നുണ്ട്, എന്തോ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ആദ്യം പൂജ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. പൂജ എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, ഏതൊരു പൂജയൊന്നും നമ്മൾ ആദ്യമായിട്ട് ചെയ്തില്ല. അപ്പം ഞങ്ങളത്ര മൈൻഡ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞാണ് ഒരു 3 ദിവസം കഴിയുമ്പോഴാണ്, ഒരു ജൂൺ മാസമാണ് ഇത് സംഭവിച്ചത്. ജൂൺ മാസം ഒരു ദിവസം പറഞ്ഞ് റഹമത്ത് കുട്ടി മരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാം സ്കൂളിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുക ഇവിടുന്ന്. അപ്പോൾ രാവിലെ വന്നു. അന്ന് ഞങ്ങൾക്ക് ചെറിയൊരു ചായ കൂടെയുണ്ട്. അപ്പോൾ രാവിലെ ചായ കുടിക്കാൻ വന്നവരെ പറഞ്ഞ് അതിൻ്റെ കൂടെ പഠിക്കുന്ന റഹമത്ത് കുട്ടി മരിച്ചു പോയി. വീട്ടിലെ പെൺകുട്ടിക്ക് പ്രേതബാധ ഉണ്ടായെന്നും മാറുന്നതിനുള്ള പൂജകൾ നടത്തുന്നുവെന്നുമാണ് വീട്ടുകാർ നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. ദിവസങ്ങൾക്ക് ശേഷം റഹമത്ത് കുട്ടിയുടെ മരണവാർത്തയാണ് പുറത്തു വന്നത്. മൃതദേഹം കാണാനെത്തിയവരെ ആദ്യം മുഖം കാണിച്ചില്ല. നാട്ടുകാരിലൊരാൾ ബലമായി മുഖം മറച്ചിരുന്ന തുണി മാറ്റിയതോടെയാണ് ക്രൂരകൃത്യം പുറത്തു വന്നത്. ഞങ്ങളോട് എൻ്റെ കൂടെ ഒരു തങ്ങപ്പരന്ന് ഒരു പ്രായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ് എന്തോലും മോൻ കാണിക്കില്ല. പുള്ളി പറഞ്ഞ് അത് കാണിക്കാൻ പറ്റിയ കാര്യത്തിൽ ഇതെൻ്റെ പൊതി വെച്ചിരിക്കുന്ന മാറ്റി പുള്ളി തുണിയൊന്നും മാറ്റി. തുണി മാറ്റിയപ്പോൾ ഞങ്ങൾ വിളിച്ചു പോയി. കാരണം റഹമത്തൊട്ടി എന്ന് പറഞ്ഞാൽ കണ്ണുമില്ല, മൂക്കില്ല, പിന്നെ ബോഡി മൊത്തം ഇതായിരുന്നു. ഈ പൊക്കളിൻ്റെ അടിയിൽ ഒരു വെട്ടമുണ്ടായിരുന്നു. അവിടെ പുഷ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുഷ്പങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. ഈ പൂവെല്ലാം ഇങ്ങനെ അത് കമ്പി കുത്തി കയറ്റിയെന്നാണ് പറയുന്നത്. ഈ പൊക്കളിൻ്റെ അടി വരഞ്ഞിട്ട് കമ്പി കുത്തി കയറ്റിയെന്നാണ് പറയുന്നത്. പ്രേതം ഇങ്ങനെ കീറിയെന്നാണ് പറയുന്നത്. പ്രേതം മൂക്ക് ചുഴഞ്ഞെടുത്തു, കണ്ണും വലിച്ചു കീറി. ആ പ്രകൃതമായിരുന്നു. കണ്ടു കഴിഞ്ഞ് പേടിച്ചു. ഞങ്ങളൊക്കെ കാര്യപ്പെട്ടു. കേസിൽ കുടുംബത്തിലെ 5 പേരടക്കം 6 പേർ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു. നരബലി നടന്ന വീട് ക്രൂരകൃത്യത്തിന്റെ ഓർമ്മകൾ പേറി ഇന്നും ആൾതാമസമില്ലാതെ നിലകൊള്ളുന്നു. ദുരാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പ്രതീകമായി. 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന നരബലിയുടെ ദുരന്ത സ്മാരകമായി ഈ വീട് ഇന്നും അവശേഷിക്കുന്നു. രാമക്കൽമേട്ടിൽ നിന്നും ന്യൂസ് 18. ഇടവേളയാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ കാണും. മറ്റു വാർത്തകളിലേക്ക് പോയാൽ എൽദോസ് കുന്നപ്പള്ളിൽ MLA-ക്കെതിരെ കൂടുതൽ തെളിവുകൾ. കഴിഞ്ഞ മാസം 14-ന് കോവളം ഗസ്റ്റ് ഹൌസിൽ റൂമെടുത്തതിന് തെളിവുകൾ പുറത്ത്. 2 ദിവസത്തേക്കാണ് MLA റൂമെടുത്തത്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, നേരത്തെ ഈ യുവതിയുടെ ആരോപണം കോവളത്ത് വെച്ച് ഇവരെ മർദ്ദിച്ചുവെന്നും നാട്ടുകാർ ഇടപെട്ട് രക്ഷിച്ചുവെന്നുമൊക്കെ ആയിരുന്നു. ഇത് സ്ഥിരീകരിക്കത്തക്ക വിധത്തിൽ, സാധൂകരിക്കത്തക്കത്തിലുള്ള തെളിവുകളാണോ ഈ പുറത്തു വന്നിരിക്കുന്നത്? ഇയാൾ ഒറ്റയ്ക്കാണോ, MLA ഒറ്റയ്ക്കാണോ കോവളത്ത് റൂമെടുത്തത്? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ?
സെപ്റ്റംബർ 14 കോവളത്ത് MLA റൂം എടുത്തു എന്നും സെപ്റ്റംബർ 14 കോവളത്ത് വെച്ച് മർദ്ദിക്കുകയും അതിനുശേഷം നാട്ടുകാർ ഇടപെട്ട് തുടർന്ന് പോലീസ് വരികയും തുടർന്നാണ് തന്റെ മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുമെന്നായിരുന്നു പരാതി നൽകിയ യുവതിയുടെ പരാതി. ആ മൊഴി സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 14 ഇത് സംബന്ധിച്ച എൽദോസ് കുന്നപ്പള്ളി MLA 2 റൂമുകൾ 14, 15 തീയതികളിലായി 2 റൂമുകൾ കോവളം ഗസ്റ്റ് ഹൌസിൽ എടുത്തു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സാധാരണ ഒരു ഗസ്റ്റ് ഹൌസിൽ റൂം എടുക്കുമ്പോൾ GAD ഡിപ്പാർട്ട്മെന്റ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇത് സംബന്ധിച്ച റൂം അലോട്ട് ചെയ്തുകൊണ്ട്, റൂം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കാറുണ്ട്. അത്തരത്തിൽ പുറത്തിറക്കിയ ഉത്തരവാണ് ഇത്. ഈ ഉത്തരവിലാണ് 14, 15 തീയതികളിൽ എൽദോസ് കുന്നപ്പള്ളി MLA പ്രൈവറ്റ് ആയിട്ട്, അതായത് സാധാരണ ഔദ്യോഗിക വിസിറ്റുകൾക്ക് വരികയാണെങ്കിൽ ഒഫീഷ്യൽ എന്നാണ് അതിൽ രേഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ പ്രൈവറ്റ്, ഗവൺമെന്റ് ഒഫീഷ്യൽ ഓൺ പ്രൈവറ്റ് വിസിറ്റ്, ആ രീതിയിൽ പ്രൈവറ്റ് വിസിറ്റ് എന്ന നിലയിൽ എൽദോസ് കുന്നപ്പള്ളി 2 റൂമുകൾ കോവളം ഗസ്റ്റ് ഹൌസിൽ എടുത്തിട്ടുണ്ട്. ആ ഗസ്റ്റ് ഹൌസ് 14, 15 തീയതികളിലാണ് എടുത്തിരിക്കുന്നത്. ആ ദിവസം, അതായത് ഈ ക്രൈം നടന്നു എന്ന് പറയുന്ന, അതായത് മർദ്ദിച്ചു എന്ന് പറയുന്ന ദിവസം എന്തായാലും എൽദോസ് കുന്നപ്പള്ളി ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ, കോവളത്തെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച സാധൂകരിക്കുന്ന, ഗസ്റ്റ് ഹൌസിൽ നേരത്തെ തന്നെ റൂം ബുക്ക് ചെയ്ത് റൂം അലോട്ട് ചെയ്ത് നൽകിയ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ആരാണ് കൂടെ ഉണ്ടായിരുന്നത്? എൽദോസ് കുന്നപ്പള്ളി MLA ഓഫീസിന്റെ പേരിൽ മാത്രമാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്, ഈ 2 റൂമുകളും. അത് കൂടെ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഈ രണ്ടാമത്തെ ആളുടെ പേര് വിവരങ്ങൾ ഇതിൽ റൂമിൽ പറയുന്നില്ല, അല്ലെങ്കിൽ ഈ ഉത്തരവിൽ പറയുന്നില്ല. MLAയുടെ പേരിൽ മാത്രമാണ് 2 റൂം അലോട്ട് ചെയ്തത്, അങ്ങനെയാണ് അനുവദിച്ചിരിക്കുന്നത്. GAD ഡിപ്പാർട്ട്മെന്റാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഈ മൊഴി, അതായത് 14 തീയതി തന്നെ മർദ്ദിച്ചു എന്നുള്ള മൊഴി സാധൂകരിക്കുന്ന തെളിവുകളാണ്. പ്രത്യേകിച്ച് കോവളം ഗസ്റ്റ് ഹൌസിൽ വെച്ച്, കോവളത്ത് വെച്ച് മർദ്ദിക്കുകയും അതിനുശേഷം താൻ രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയും നാട്ടുകാർ ഇത് കാണുകയും നാട്ടുകാർ ഇടപെട്ട് പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി ആണ് തന്നെ രക്ഷിക്കുകയും ചെയ്തത് എന്നായിരുന്നു യുവതി നൽകിയ മൊഴി. ആ മൊഴി സാധൂകരിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നത്. അതേസമയം അന്ന് പോലീസിൽ കോവളം SHOയുടെ മുന്നിൽ മൊഴി നൽകിയപ്പോൾ SHO ഇടപെട്ട് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്നുള്ള മൊഴി ഉണ്ടായിരുന്നു. എന്തായാലും ആ മൊഴിയെല്ലാം സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച മറ്റ് പ്രതികരണങ്ങളൊന്നും എൽദോസ് കുന്നപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അദ്ദേഹം എന്തായാലും ഈ ഒരു അതല്ലെങ്കിൽ റൂം എടുത്തില്ല എന്നുള്ള, റൂം എടുത്തു എന്നതിനെ തള്ളി പറഞ്ഞിട്ടില്ല. എന്തായാലും അതിനെ തള്ളി കാരണം അദ്ദേഹം ഈ കേസ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ ഫോൺ 2 സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ FB പോസ്റ്റ് പുറത്തു വന്നത്. അതിലൂടെ മാത്രമാണ് ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. താൻ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും സുപ്രധാനം, അതായത് നിയമവിരുദ്ധമായ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. തന്നെ ഈ തെറ്റുകളിൽ, അതായത് താൻ ഇതുവരെ നിയമവിരുദ്ധമായ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തന്റെ തെറ്റുകളിൽ വേണമെങ്കിൽ തന്റെ നാട്ടുകാർ, അല്ലെങ്കിൽ തന്നെ MLA ആക്കിയവർ, പെരുമ്പാവൂർക്കാരുടെ വോട്ടർമാർ പറയുന്നത് താൻ ചെയ്യും. ക്രിമിനലുകൾക്ക് ജെൻഡർ വ്യത്യാസമില്ല. അതായത് ഈ സ്ത്രീയെ, അല്ലെങ്കിൽ പരാതി നൽകിയ യുവതിയെ ക്രിമിനൽ എന്ന് പരോക്ഷമായി പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ക്രിമിനലുകൾക്ക് ജെൻഡർ വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കൂ. അധികാരം എനിക്ക് അവസാന വാക്കല്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവം മാത്രമാണ് തുണ. തട്ടിപ്പ് വശമില്ല. സത്യസന്ധർ മാത്രം പ്രതികരിക്കൂ. ഇത്ര വരെ എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരുപാട് പേർ ജനിച്ചു മരിച്ച ഈ മണ്ണിൽ ഞാൻ തളരാതെ മരിക്കുവോളം സത്യസന്ധമായി ജീവിക്കുകയും മുന്നേറുകയും ചെയ്യും. പിന്തുണച്ചവർക്കും പിന്തുണ പിൻവലിച്ചവർക്കും സർവോപരി സർവശക്തനും നന്ദി എന്നാണ് ഈ ഫേസ്ബുക്ക് പേജിൽ പറയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച്, അതായത് ക്രിമിനൽ എന്ന ഈ യുവതിയെ പരോക്ഷമായി പറഞ്ഞു എന്നല്ലാതെ ആരോപണങ്ങൾ സംബന്ധിച്ച ഒരു ന്യായീകരണമോ കേസ് എടുത്തത് സംബന്ധിച്ച ഒരു ന്യായീകരണമോ MLA നടത്തിയിട്ടില്ല എന്നതാണ് പ്രധാനം. ഏതായാലും MLA ഇപ്പോൾ ആർക്കും പിടികൊടുക്കുന്നില്ല, ഏതാണ്ട് ഒളിവിലാണ് എന്ന മട്ടിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. MLAയുടെ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫാണ്, ഓഫീസിലില്ല, വീട്ടിലില്ല. അന്വേഷിച്ചെത്തിയ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാനും ആരും തയ്യാറായിട്ടില്ല. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. പെരുമ്പാവൂരിലെ വോട്ടർമാർ പറയുന്നത് തന്നെ അനുസരിക്കുമെന്നാണ്. ക്രിമിനലുകൾക്ക് ജെൻഡർ വ്യത്യാസമില്ല എന്ന് നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ അധികാരം തനിക്ക് അവസാന വാക്കല്ല എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് തൻ്റെ നിലപാട് ഇപ്പോൾ ഇത്തരത്തിൽ എൽദോസ് കുന്നപ്പള്ളി MLA വിശദീകരിക്കുന്നത്. നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ യുവതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യക്ഷമായ ഒരു പരാമർശവും അത്തരത്തിൽ MLAയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുമില്ല.
മറ്റ് ചില വാർത്തകളിലേക്ക് കടക്കേണ്ടതുണ്ട്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിലെ പ്രതിസന്ധി പരിഹരിക്കുന്നത് അദാനി ഗ്രൂപ്പുമായി മന്ത്രിതല ചർച്ച ഇന്ന്. സമരം കാരണമുണ്ടായ നഷ്ടം സർക്കാർ വഹിക്കണമെന്ന ആവശ്യം അദാനി ഗ്രൂപ്പ് ചർച്ചയിലും ആവർത്തിക്കും. രാവിലെ 11 മണിക്ക് തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ ചേംബറിൽ ചേരുന്ന യോഗത്തിൽ അദാനി ഗ്രൂപ്പ് പ്രതിനിധികൾക്ക് പുറമെ വിസിൽ അധികൃതരും പങ്കെടുക്കും. ലത്തീൻ അതിരൂപതയുടെ ഉപരോധ സമരം കാരണമുണ്ടായ 100 കോടിയോളം രൂപ നഷ്ടം സർക്കാർ വഹിക്കണമെന്ന ആവശ്യം അദാനി ഗ്രൂപ്പ് യോഗത്തിലും ആവർത്തിക്കും. വിഴിഞ്ഞം പദ്ധതിയിലെ സർക്കാർ വിഹിതം കൈമാറുന്നതിലും ചർച്ചയുണ്ടാകും. ഒപ്പം പദ്ധതിയുടെ നിലവിലെ സ്ഥിതിയും വിലയിരുത്തും. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് ആവശ്യമായ പാറകൾ മുതലപ്പുഴയിൽ എത്തിക്കുന്നത് പുനരാരംഭിച്ചു. നഗരൂർ, കിളിമാനൂർ ഭാഗങ്ങളിൽ നിന്നുള്ള ക്വാറികളിൽ നിന്നാണ് പാറ ടോറസ് ലോറികളിൽ മുതലപ്പുഴയിൽ എത്തിക്കുന്നത്. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പോലീസ് സുരക്ഷയിലാണ് വാഹനങ്ങൾ മുതലപ്പുഴയിലെത്തിയത്. മുതലപ്പുഴയിലേക്കുള്ള വഴിയിൽ കലുങ്ക് തകർന്നതോടെ 3 മാസത്തിലേറെയായി പാറ എത്തിക്കുന്നത് തടസ്സപ്പെട്ടിരുന്നു. തുടർന്ന് ഇതുവഴി വന്നിരുന്ന ടോറസ് ലോറികൾ MC റോഡ് വഴി വിഴിഞ്ഞത്തേക്ക് പോയി. എന്നാൽ ഇതിനു പിന്നാലെ ലത്തീൻ അതിരൂപതയുടെ സമരം വിഴിഞ്ഞത്ത് ആരംഭിച്ചതോടെ പാറ എത്തിക്കുന്നത് പൂർണ്ണമായും തടസ്സപ്പെട്ടു. മുതലപ്പുഴയിൽ സംഭരിക്കുന്ന പാറ വിഴിഞ്ഞത്തേക്ക് കടൽമാർഗം എത്തിക്കുകയാണ് രീതി. എന്നാൽ പൊഴിമുഖത്ത് മണൽ അടിഞ്ഞുകൂടിയതിനാൽ കൂറ്റൻ വാർഫ് മുതലപ്പുഴയിൽ എത്തിക്കുന്നതിന് തടസ്സം തുടരുകയാണ്. അഴിമുഖത്തെ മണൽ ഡ്രഡ്ജ് ചെയ്ത് നീക്കിയാൽ മാത്രമേ കടൽമാർഗം പാറ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ. എന്നാൽ ആഴത്തിലുള്ള ഡ്രഡ്ജിംഗ് നടത്തിയാൽ പുലിമുട്ടുകൾ ഇനിയും തകർന്ന് മത്സ്യബന്ധന ബോട്ടുകൾക്ക് കൂടുതൽ അപകടം സൃഷ്ടിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. യുവതിയുടെ വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം മറന്നുവച്ച സംഭവത്തിൽ പ്രതികാര നടപടിയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ. ഡോക്ടർമാരുടെ അനുവാദമില്ലാതെ ദൃശ്യങ്ങൾ പകർത്തിയെന്നാരോപിച്ച് യുവതിയുടെ ഭർത്താവിനെതിരെ മെഡിക്കൽ കോളേജ് അധികൃതർ പരാതി നൽകി. പരാതി പ്രതികാര നടപടിയുടെ ഭാഗമാണെന്ന് കുടുംബം ആരോപിക്കുന്നു. അടിവാരം സ്വദേശി ഹർഷനയുടെ വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയത് മറ്റേതോ ആശുപത്രിയിലെ ശസ്ത്രക്രിയയിൽ സംഭവിച്ച പിഴവാകാം എന്നായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. പിഴവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടേതാണെന്ന് തെളിയിക്കാൻ ഡോക്ടറുമായുള്ള സംഭാഷണമടങ്ങിയ വീഡിയോ പരാതിക്കാർ പുറത്തുവിട്ടു. വേണ്ട കാര്യങ്ങൾ നമ്മൾ ഡോക്ടറെ വിളിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞു, നമ്മൾ കാണിച്ചും തന്നു. എനിക്ക് അതിൻ്റെ ഒരു ഫോട്ടോ വേണം, അവൾക്ക് കാണണം. അത് പിന്നെ നമ്മളെ ബാക്കിയുള്ള പേരൻസിനെ റൈറ്റാണ്, നമ്മൾ നിഷേധിക്കുന്നൊന്നുമില്ല. സീൽ ചെയ്ത സാധനം തുറക്കാൻ പറ്റില്ല. നമുക്ക് ആ സീലായിട്ട് എന്നാൽ ഈ വീഡിയോ ചിത്രീകരിച്ചതിന്റെ പേരിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. യുവതിയുടെ ഭർത്താവായ അഷ്റഫിനെതിരെ പോലീസിൽ പരാതി നൽകി. ഇത് പ്രതികാര നടപടിയാണെന്ന് ഹർഷനയുടെ ഭർത്താവ് അഷ്റഫ് പറഞ്ഞു. ഒരു വീഡിയോ എടുത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ അവിടെ പിന്നെ ഒരു വീഡിയോ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് കയറുമ്പോൾ നമ്മളോട് പറയണം വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ നമ്മളൊരു സത്യം തെളിയിക്കാന്നുള്ളതാണ്. അവർ മറച്ചു വെക്കുന്ന പോലെ ഫീൽ ചെയ്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്തിയെന്നാരോപിച്ച് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ഡോക്ടർമാർ സൂപ്രണ്ടിന് പരാതി നൽകുകയായിരുന്നു. സൂപ്രണ്ടാണ് പരാതി പോലീസിന് കൈമാറിയത്. യുവതി നൽകിയ പരാതിയിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം തുടരുകയാണ്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് അന്വേഷണ ചുമതല. പരാതിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് യുവതിയുടെയും കുടുംബത്തിന്റെയും തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് ദേശീയപാതയിൽ ബൈക്കിൽ കായികാഭ്യാസ പ്രകടനം നടത്തിയ യുവാക്കൾക്കെതിരെ നടപടി. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശികളായ 5 യുവാക്കളുടെ ലൈസൻസാണ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. കൊഴിഞ്ഞാമ്പാറയിലെ 5 യുവാക്കൾ കഴിഞ്ഞ മാസങ്ങളിൽ പാലക്കാട് തൃശൂർ ദേശീയപാതയിലും മറ്റുമായി നടത്തിയ അഭ്യാസ പ്രകടനങ്ങളാണിത്. ജില്ലയിൽ എല്ലാത്തരം റേസിംഗ് മത്സരങ്ങൾക്കും നിരോധനം ഉണ്ടായിട്ടും അത് അവഗണിച്ചായിരുന്നു അഭ്യാസ പ്രകടനങ്ങൾ. രാജകുമാർ, മൈ ഫോൺ നമ്പർ ഈസ് 2255. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ RTO എൻഫോഴ്സ്മെന്റ് ബൈക്കുകൾ പിടിച്ചെടുത്തു. ബൈക്കോടിച്ച 5 യുവാക്കളുടെയും ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. വാഹനങ്ങൾ ഉപയോഗിച്ച്, പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ നമ്മുടെ പൊതുനിരത്തിൽ കൂടുതലായിട്ടും ചെറുപ്പക്കാർ ചെയ്തു വന്നിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് നിയമപരമായിട്ട് കുറ്റകരം എന്ന് മാത്രമല്ല വളരെയധികം അപകടമുള്ള ഒരു പ്രവൃത്തിയും കൂടിയാണ്.
ഇത്തരത്തിൽ ഇവർ വീഡിയോകൾ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വഴി ഇത് പ്രചരിപ്പിച്ച് മറ്റുള്ള ചെറുപ്പക്കാരെയും കൂടി പരോക്ഷമായിട്ട് ഇത്തരത്തിലുള്ള പരമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള യുവതലമുറ ഇത്തരത്തിൽ അപകടകരമായ പ്രവൃത്തികൾ ചെയ്തു വരുന്ന സമൂഹത്തിന് തന്നെ വലിയൊരു ഭീഷണിയാണ്. ആയതുകൊണ്ട് ഇവർക്കെതിരെ കർശന നടപടിയാണ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചു വരുന്നത്. കുറച്ച് ലൈക്കിനും ഷെയറിനും വേണ്ടി ജീവൻ അപകടത്തിലാക്കിയുള്ള ഇത്തരം പ്രകടനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 പാലക്കാട്. ഏകീകൃത കളർ കോഡ് ധൃതി പിടിച്ച് നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് ഇന്ന് ടൂറിസ്റ്റ് ബസ് ഉടമകളുടെ സൂചനാ സമരം. തിരുവനന്തപുരത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിന് മുന്നിലാണ് ധർണ. എറണാകുളത്ത് നെടുമ്പാശ്ശേരിയിൽ നടക്കുന്ന എൻഫോഴ്സ്മെന്റ് ഓഫീസർമാരുടെ കോൺഫറൻസ് വേദിയിലേക്ക് മാർച്ച് നടത്തും. എറണാകുളം, കോട്ടയം ജില്ലകളിലെ ടൂറിസ്റ്റ് ബസ് ഉടമകളും ജീവനക്കാരും തുടർന്ന് നടക്കുന്ന ധർണയിൽ പങ്കെടുക്കും. തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ DTC കേന്ദ്രങ്ങൾക്ക് മുന്നിലാണ് ധർണ. ഹൈക്കോടതിയിലെ കേസിലും ബസ് ഉടമകൾ കക്ഷി ചേരും. ഇതിനിടെ ബസ്സുകളിലെ പരിശോധന ഓപ്പറേഷൻ ഫോക്കസ് തുടരുകയാണ്. ഇതുവരെ 4525 ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തു. 77.4 ലക്ഷത്തോളം രൂപ പിഴ ചുമത്തി. വടക്കഞ്ചേരി അപകടത്തിൽ പ്രതികളെ കോട്ടയത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ ജോമോൻ, ബസ്സുടമ അരുൺ എന്നിവരെയാണ് കോട്ടയം നാട്ടകത്തെ ബസ് സർവീസ് കേന്ദ്രത്തിലെത്തിച്ച് തെളിവെടുത്തത്. ബസ്സിലെ വേഗപ്പൂട്ടിൽ ക്രമക്കേട് വരുത്തിയതും ലൈറ്റുകളും മറ്റും സ്ഥാപിച്ച് അലങ്കരിച്ചതും ഇവിടെ നിന്നാണെന്ന് കണ്ടെത്തി. ആലത്തൂർ DYSP R അശോകന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നേരിട്ടെത്തിയായിരുന്നു തെളിവെടുപ്പ്. വരും ദിവസങ്ങളിലും മറ്റു സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ആലത്തൂർ സബ് ജയിലിൽ റിമാൻഡിലായിരുന്ന ഇവരെ ഈ മാസം 14 വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഇതിനിടെ അപകടത്തിനിടയാക്കിയ KSRTC ബസ് ജീവനക്കാരെയും യാത്രക്കാരെയും പോലീസ് ചോദ്യം ചെയ്തു. കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് വിലക്കിയ സർക്കാർ നടപടിക്കെതിരായ ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. ഹർജികളിൽ നേരത്തെ വാദം പൂർത്തിയായിരുന്നു. സർക്കാരിന്റെ നടപടി കർണാടക ഹൈക്കോടതി ശരിവച്ചതിന് എതിരെയുള്ള ഹർജികളിലാണ് ജസ്റ്റിസുമാരായ ഹേമന്ത് ഗുപ്ത, സുധാംശു ധൂലിയ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് വാദം കേട്ടത്. ഹിജാബ് ധരിക്കുന്നത് വൈവിധ്യത്തിന്റെ ഭാഗമായി കണ്ടുകൂടെ എന്ന് കോടതി വാദത്തിനിടെ ചോദിച്ചിരുന്നു. ഹിജാബ് വിലക്ക് മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് പഠനത്തിനുള്ള അവസരം നിഷേധിക്കുന്നുവെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. മന്ത്രിസഭായോഗം ഇന്ന് ഓൺലൈനായി ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ UAEയിൽ നിന്ന് മന്ത്രിസഭായോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കും. യൂറോപ്പ് സന്ദർശനം പൂർത്തിയാക്കിയ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസമാണ് UAEയിൽ എത്തിയത്. 15-ാം തീയതി അദ്ദേഹം കേരളത്തിൽ മടങ്ങിയെത്തും. മുഖ്യമന്ത്രിയും മന്ത്രിമാരിൽ ചിലരും വിദേശത്തായതിനാൽ കഴിഞ്ഞയാഴ്ച മന്ത്രിസഭായോഗം ചേർന്നിരുന്നില്ല. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം.